നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ കാട്ടുകുരുതയ്ക്ക് സമാധാനം പറയേണ്ടി വരുന്നത് മഞ്ജുനാഥ് ക്ഷേത്രത്തിലെ ഭാരവാഹികളും അവിടുത്തെ കുടുംബാംഗങ്ങളും ആ ക്ഷേത്ര ട്രസ്റ്റിലുള്ള പ്രധാനികളായിട്ടുള്ള ഹെഗ്ഡെ കുടുംബവും തന്നെയാണ് എന്ന് വ്യക്തമാകുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഗുണ്ടകളെ ഇറക്കി അവിടുത്തെ അന്വേഷണം തടഞ്ഞു കളയാം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വിരട്ടി ഓടിക്കാം എന്നൊക്കെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തരികിടയുമായി ഇറങ്ങിയിരിക്കുന്ന ഹെഗ്ഡെ കുടുംബത്തിന് എട്ടിൻ്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയും കനകപുര MLA കൂടിയായിട്ടുള്ള DK ശിവകുമാർ ഒരൊറ്റ വാക്കാണ് പറഞ്ഞത്: മഞ്ജുനാഥ് ക്ഷേത്രത്തിനുള്ളിലെ ഭാരവാഹികൾ ഏത് ഗുഹയിൽ പോയി ഒളിച്ചിരുന്നാലും പിടികൂടിയിരിക്കും, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും, വിചാരണ ചെയ്യും, ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. ഇത് കർണാടക സർക്കാരിൻ്റെ അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കേന്ദ്രം ഒന്നും അറിയാത്ത പോലെ കൈയൊഴിയാൻ ശ്രമിക്കുകയാണ്. അന്വേഷണം NIA കൊണ്ട് നടത്തണമെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ ഓർഡർ. BJP പറയുന്നത് പുല്ല് വരെയാണ് കോൺഗ്രസ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ദേശീയ അന്വേഷണ ഏജൻസി ആയിരുന്നാലും CBI ആയിരുന്നാലും കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ഒന്നും തന്നെ സർക്കാരിനോ അല്ലെങ്കിൽ കർണാടകയിലെ ജനതയ്ക്കോ വിശ്വാസമില്ലാത്ത അവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ദേശീയ അന്വേഷണ ഏജൻസി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹപ്രകാരം മാത്രം ചലിക്കുന്ന പാവകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിൽ സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. 13-ാം നമ്പർ കുഴിക്കുമ്പോൾ അവിടെ നിന്നും കിട്ടിയ അവിടുത്തെ തെളിവുകൾ ഓരോന്നും കണ്ട് രാജ്യം നടുങ്ങുകയാണ്. വഞ്ചനം ഉൾപ്പെടെ കിട്ടുന്നത് മാത്രമല്ല, ക്രൂരമായ പീഡനത്തിനിരയായി മരിക്കപ്പെട്ടവരാണ് അവിടെ, അവരുടെ ജഡമാണ് പലതും കണ്ടെത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഒന്ന് ആലോചിക്കണം, ദേവദാസി സമ്പ്രദായം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ചില പ്രദേശങ്ങളുണ്ട്. ഉത്തര കന്നഡയിലായിരുന്നാലും അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിൽ ഒക്കെ, തുളുനാട്ടിൽ ഒക്കെ ഈ ഒരു സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തോതിൽ പഴയകാല സാഹിത്യ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അച്ചി ചരിതങ്ങൾ ഉൾപ്പെടെ, ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരി ദേവി ചരിതം ഒക്കെ അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭാരവാഹികൾ വർഷങ്ങളായി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരികയാണ്. രാജ്യസഭ MP സ്ഥാനം നിലവിലെ ട്രസ്റ്റ് ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള വീരേന്ദ്ര ഹെഗ്ഡെയ്ക്ക് നഷ്ടമാകും എന്നത് മാത്രമല്ല, വീരേന്ദ്ര ഹെഗ്ഡെ പിടികൂടുന്ന രീതിയിലുള്ള സാഹചര്യ തെളിവുകളും ഓരോന്നായി കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിലാണ്. ദിവസം തോറും 50,000-ഓളം പേർക്ക് അന്നദാനം കൊടുക്കുന്ന ക്ഷേത്രം. കുമിഞ്ഞുകൂടുകയാണ് ആസ്തി, കണ്ടമാനം സ്വത്തുക്കൾ, 4000-ലധികം ഏക്കറിൻ്റെ വിസ്തൃതി. രാജകീയ പദവിയുമായി നടക്കുന്ന വീരേന്ദ്ര ഹെഗ്ഡെ അടക്കം ഹെഗ്ഡെ പരിവാരം ആസ്വദിച്ച് സുഖിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ച. അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സാധാരണക്കാർ ധൈര്യപ്പെടുന്നില്ല. നമുക്കറിയാമല്ലോ, BJPക്കാർ അവർ മനുഷ്യരെ വേർതിരിക്കുന്നത് അല്ലെങ്കിൽ വേർതിരിക്കുന്നത് ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ്. ഇതിൻ്റെ എല്ലാ വിവേചനവും കൃത്യമായി കാണിക്കുന്ന ഹെഗ്ഡെ പരിവാരത്തിനെ പൂട്ടിക്കെട്ടാൻ DK ആണൊരുത്തൻ മാത്രം വിചാരിച്ചാൽ കഴിയും എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ് BJPക്ക്.